മുതലാളി തുറന്നില്ലത്. തിങ്കളാഴ്ച ഇനി ലീവ് ഇനി നല്ലത്. സമയം എത്രയാടാ? എന്നാ ചാവി വേഗം പെട്ടെന്ന് പോയി തുറക്കുക, ഏതായാലും നേരം ഒഴുകി. ഈ വണ്ടി ഇന്ന് കൊടുക്കാനുള്ള കേട്ടോ, 1 മണിക്കൂർ കൊണ്ട് ആള് വരും. പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കണം. ഞാൻ ഒന്ന് ടൗണിൽ പോയി തരാം കേട്ടോ. ആയിക്കോട്ടെ. എന്തിപ്പോ ഇവിടെ മുതലാളി കാട്ടിട്ട് ഇതൊക്കെ പാടെ എടുത്ത് വെച്ചിട്ട് ഞാനിത് എപ്പോഴാ പണി തുടങ്ങിയത്? എടാ ജിതേഷാ, ഇതെത്താടോ? എടാ ഈ അറിഞ്ഞോ? ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയണ്ട്. നമ്മളെ വിഷ്ണു മരിച്ചടാ. എപ്പോഴത്? ഒന്ന് പൊളിച്ചക്ക് മോനെ. ഈ ഒരു കാര്യം ചെയ്യ്, വേലാൻകുട്ടി ഞാൻ വിളിക്കേ, ഫോൺ എടുത്തിട്ട്. മുതലാളി ഒരു മരണുണ്ട്, ഞാൻ പോവാട്ടോ, ലീവാണേ. ഇതേടാ എന്താ ചെയ്യാ? നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയാലോ? അവിടെ ഉള്ളത് പോരി. മോർച്ചറിയിലൊക്കെ പോകണമെങ്കിലേടാ 2 അടിക്കാതെ എങ്ങനെയാ പോവുക? 2 എനിക്ക് അടിക്കാൻ പോകില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു ഫുള്ള് വാങ്ങിട്ടേ അടിച്ചിട്ടാണ്ട് പോവാ. ആയിക്കോട്ടെ, എന്നാ വരി, എന്നാ പോവാ. വല്ലാത്തൊരു സങ്കടമായി പോയില്ലേ. ഞാൻ ഇന്നലെ ഓൻ്റെ ഏട്ടനെ വിളിച്ചതാ, അപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇതൊന്ന് ഒഴുക്കി, അത് സഹിക്കാൻ കഴിയില്ല. അതും കൂടി കഴിഞ്ഞ് നമുക്കൊരു ഫുള്ളും കൂടി കിട്ടിയാല് ഉഷാറായിനി. അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാനും കയ്യിലിട്ടോ. ഈ ഒരു കാര്യം ചെയ്യാ, വണ്ടി എടുത്തൊന്ന് പോയി നോക്ക്. കണ്ടീഷനിൽ വണ്ടി എടുത്ത് പോവേ, പോലീസ് പൊക്കൂ. എന്നാ പിന്നെ മിലിറ്ററി വേണ്ട, എന്താ വാസേട്ടല്ലേ, ഓലെ വിളിച്ചാൽ ചിലപ്പോ മൂന്ന് കൊണ്ടുതരും. ഞാൻ നോക്കാം. ഞാൻ വാസേട്ടനെ വിളിക്കും, ഞങ്ങൾ വിളിക്കും. ആ വാസേട്ടാ, ഒരു ഫുള്ള് ഉണ്ടാവും അവിടെ. വരാൻ പറയാ. നിങ്ങളൊന്ന് എത്രയും പേട്ടൊന്ന് കൊണ്ടുതരോ? ഷിജാണുള്ളത്. എന്താ ഷിജ? സുമേഷിന്റെ അച്ഛമ്മ? അതെപ്പടാ? ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒക്കെ എന്തൊരു കഷ്ടാണ്. ഒരു മരിക്കല് തന്നെ മരിക്കല്. നമ്മളെ ഷിജുവിന്റെ അച്ഛമ്മ മരിച്ചിനടാ. എപ്പോ? കുറച്ചു നേരത്തെ ബിജു വിളിച്ചു പറഞ്ഞാ. ആരെയും വിളിച്ചിട്ടേ ഒന്ന് വാങ്ങാൻ പറ. ബിജു ഒരു ഫുള്ള് വാങ്ങിട്ട് ഇങ്ങോട്ട് പോര്. വരുമ്പോ വാങ്ങൂലേ? മുട്ട കോഴിമുട്ട. പറയടാ.